അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 54 ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അതിൽ നമുക്കിനി 4ാമത്തെ ചോദ്യമാണ് ചെയ്യാനുള്ളത് അല്ലേ? നമുക്ക് 2 ഫിഗർ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ ഒരു ലൈൻ, ഇത് ഒരു ലൈൻ, ആ ലൈനിൻ്റെ മുകളിലായിട്ട് 2 ബിന്ദുക്കൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലൈനിൻ്റെ 2 അറ്റവും ഈ ബിന്ദുക്കളുമായിട്ട് യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ത്രികോണം ലഭിച്ചു. പിന്നെ ഇതുമായി കൂട്ടിമുട്ടിച്ചപ്പോൾ ഇവിടെയും ഒരു ത്രികോണം ലഭിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ബേസ്. അതുപോലെ ഇങ്ങനെ ഒരു ത്രികോണം കിട്ടി. അതേ ബേസിൽ തന്നെ അടുത്ത ഒരു ത്രികോണവും കിട്ടി. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചിത്രം. ഇനി എന്താണ് രണ്ടാമത്തെ ചിത്രം? ഇതേ ചിത്രത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ വലിയ ത്രികോണം, ആ വലിയ ത്രികോണത്തിലെ ഈ 2 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ എടുത്തു. മനസ്സിലായല്ലോ? പിന്നെ നമ്മുടെ ഈ ചെറിയ ത്രികോണത്തിൻ്റെ ഈ 2 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ. അപ്പോൾ നമുക്ക് 4 മധ്യബിന്ദുക്കൾ കിട്ടി. 4 വശങ്ങളുടെ 4 മധ്യബിന്ദുക്കൾ. ഈ മധ്യബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ വരച്ചു. അപ്പോൾ ഈ വരച്ചത് നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ ആകൃതി നമുക്ക് കണ്ടാൽ അറിയാം, അതൊരു ചതുർഭുജമാണ് അല്ലേ? ഈ ചതുർഭുജം, അതായത് ഈ ക്വാഡ്രിലാറ്ററൽ ഒരു സമാന്തരികമാണെന്നാണ് നാം തെളിയിക്കേണ്ടത്. അതായത് ഒരു പാരലോഗ്രാം ആണ് നാം തെളിയിക്കണം. പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് വശങ്ങൾ അല്ലേ? ഓപ്പോസിറ്റ് വശങ്ങൾ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. മാത്രമല്ല അവ പാരലായിരിക്കണം അല്ലേ? സമാന്തരവുമായിരിക്കണം. അപ്പോൾ സമാന്തരമായിരിക്കണം, മാത്രമല്ല അവ തുല്യ നീളമുള്ളവയുമായിരിക്കണം, ഓപ്പോസിറ്റ് സൈഡുകൾ. അപ്പോൾ നമുക്ക് പതിവ് പോലെ ഇതിനൊരു പേര് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വലിയ ത്രികോണത്തിൽ ഇപ്പോൾ AB എന്ന് പറയുന്ന ഈ ലൈൻ, ഇതാണ് ഈ ലൈൻ. ഈ ലൈനിൻ്റെ മുകളിൽ 2 പോയിന്റുകൾ. അപ്പോൾ അതിന് ഈ പോയിന്റ് നമുക്ക് C എന്നും കൊടുക്കാം, ഈ പോയിന്റ് നമുക്ക് D എന്നും കൊടുക്കാം. ഈ 4 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ എടുത്തിട്ടുണ്ട് അല്ലേ? ഈ AC എന്ന് പറയുന്ന വശത്തിൻ്റെ മധ്യബിന്ദു നമുക്ക് X, ഇതിൻ്റെ മധ്യബിന്ദു Y, ഇതിൻ്റെ ADയുടെ മധ്യബിന്ദു P, ഇതിൻ്റെ Q, അങ്ങനെ പേര് കൊടുക്കാം. നമുക്ക് ആദ്യം ഈ വലിയ ത്രികോണങ്ങൾ പരിഗണിക്കാം. അപ്പോൾ നമുക്ക് എഴുതാം കൺസിഡർ ട്രയാങ്കിൾ. വലിയ ത്രികോണം, ആ ത്രികോണത്തിൻ്റെ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് പിയും ക്യൂവും. അപ്പോൾ ഈ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് കിട്ടുന്ന ഈ ലൈൻ എന്തിന് പാരലായിരിക്കും? ഇതിൻ്റെ 3ാമത്തെ വശത്തിൻ്റെ പാരലായിരിക്കും. മാത്രമല്ല ABയുടെ പകുതിയായിരിക്കുകയും ചെയ്യും PQ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഈ ചതുർഭുജത്തിൻ്റെ ഈ 2 വശങ്ങളാണ് നാം പരിഗണിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ എഴുതാം. ട്രയാങ്കിൾ ABCയിൽ അതിൻ്റെ മധ്യബിന്ദുക്കളാണ് പിയും ക്യൂവും അല്ലെ? 2 വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് പിയും ക്യൂവും. അപ്പോൾ നമുക്ക് എഴുതാം PQ പാരൽ ടു ഏതിന് പാരലായിരിക്കും? ABക്ക് പാരലായിരിക്കും. അതുമാത്രമല്ല PQ ABയുടെ പകുതിയായിരിക്കും അല്ലേ? ആൻഡ് PQ ഈക്വൽ ടു അര AB. അപ്പോൾ അതിന് റീസൺ എഴുതി വെച്ചോളൂ. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ മതി. P is the midpoint of AD and Q is the midpoint of BD എന്ന റീസൺ എഴുതാം. അപ്പോൾ നമുക്കിവിടെ PQ ഈക്വൽ ടു അര AB എന്ന് കിട്ടി അല്ലേ? അത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1, 1ാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഏതോ 1ാമത്തെ ഇക്വേഷൻ ആണത്. അപ്പോൾ ഇത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഏതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ വശം XY അല്ലേ? ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ AC എന്ന വശത്തിൻ്റെ മധ്യബിന്ദുവാണ് X, CB അല്ലെങ്കിൽ BC എന്ന് പറയുന്ന വശത്തിൻ്റെ മധ്യബിന്ദുവാണ് Y അല്ലേ? അങ്ങനെയാണെങ്കിൽ XY എന്തായിരിക്കും? ABക്ക് പാരലായിരിക്കും. മാത്രമല്ല ABയുടെ പകുതിയുമായിരിക്കും. അപ്പോൾ എഴുതാം കൺസിഡർ ട്രയാങ്കിൾ, ഈ ചെറിയ ട്രയാങ്കിൾ ABC. അപ്പോൾ സോറി, നമ്മളിവിടെ ആദ്യം പരിഗണിച്ച ട്രയാങ്കിൾ ഏതാണ്? ABC അല്ല അല്ലേ? ABC അല്ല, ABD ആണ് നമ്മൾ ആദ്യം പരിഗണിച്ചത്. ABD. ഇപ്പോൾ നമ്മൾ പരിഗണിക്കുന്നത് ABC. അപ്പോൾ അതിൽ നമുക്ക് എന്ത് പറയാം? XY എന്ന് പറയുന്നത് ABക്ക് പാരലാണ് അല്ലേ? മധ്യബിന്ദുക്കളായതുകൊണ്ട്. അപ്പോൾ XY പാരൽ ടു ഏതിന്? AB ആൻഡ് എന്തായിരിക്കും? XY എന്ന് പറയുന്നത് ABയുടെ പകുതിയായിരിക്കും അല്ലേ?
എക്സ് വൈ സീക്വൽ ടു ഹാഫ് എ ബി. അപ്പോൾ നമുക്കത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇവിടെയും വേണമെങ്കിൽ റീസൺ എഴുതി വെച്ചോളൂ. എന്താണ്? എക്സ് ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ സി ആൻഡ് വൈ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ബി സി. എക്സ് എ സിയുടെയും വൈ ബി സിയുടെയും മധ്യബിന്ദുക്കളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഒന്ന് പി ക്യു എന്ന് പറയുന്നത് അര എ ബി ആണ്, എക്സ് വൈ യു എന്ന് പറയുന്നത് അര എ ബി ആണ് അല്ലേ. അപ്പോൾ പി ക്യു അര എ ബിക്ക് ഈക്വൽ, എക്സ് വൈയും അര എ ബിക്ക് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? പി ക്യുവും എക്സ് വൈയും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ഫ്രം ഇക്വേഷൻ 1 and 2 പി ക്യു is equal to എക്സ് വൈ. പി ക്യു എക്സ് വൈക്ക് ഈക്വൽ ആണ്. മാത്രമല്ല എന്തായിരിക്കും? ഈ പി ക്യു ഇതിന് പാരലായിരിക്കും അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞു മിഡ് പോയിന്റുകൾ തമ്മിൽ, ഇതിൻ്റെ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ച് കിട്ടുന്ന വര ഇതിന് പാരലായിരിക്കും. എക്സ് വൈയും മിഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കിട്ടുന്ന അതും ഇതിന് പാരലായിരിക്കും. അതായത് പി ക്യുവും എക്സ് വൈയും പാരലാണ് അല്ലേ. അപ്പോൾ അതും കൂടി നമുക്ക് എഴുതാം. പി ക്യു ഈക്വൽ ടു എക്സ് വൈ ആൻഡ് പി ക്യു പാരലൽ ടു എക്സ് വൈ. അപ്പോൾ പി ക്യു ഈക്വൽ ടു എക്സ് വൈ, പി ക്യു ഇസ് പാരലൽ ടു എക്സ് വൈ. പി ക്യു എക്സ് വൈക്ക് തുല്യമാണ്, മാത്രമല്ല പി ക്യു എക്സ് വൈക്കും പാരലാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു സമാന്തരികമായിരിക്കും, ഒരു പാരലോഗ്രാം ആയിരിക്കും. ഇനി നമ്മൾ ഇതും പി എക്സും എക്സ് വൈയും ഈക്വലാണെന്ന് തെളിയിക്കണം. അതിൻ്റെ കാര്യമില്ല. കാര്യം എന്തുകൊണ്ടാണ്? ഇത് രണ്ടും ഏതെങ്കിലും ഒരു ജോഡി ഓപ്പോസിറ്റ് വശങ്ങൾ തുല്യവും പാരലായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ 2 വശവും തുല്യവും പാരലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പി ക്യൂവും എക്സ് വൈയും ഈക്വൽ ആണെന്ന് തെളിയിച്ചു, മാത്രമല്ല പാരലാണെന്നും തെളിയിച്ചു. Therefore, this quadrilateral is a parallelogram. ഈ ചതുർഭുജം ഒരു സമാന്തരികമാണ്. അപ്പോൾ മനസ്സിലായല്ലോ. നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഡിസ്ക്രൈബ് ദി പൊസിഷൻ ഓഫ് ദി പോയിന്റ്സ് ഓൺ ടോപ്പ് ഫോർ ദിസ് ക്വാഡ്രിലാറ്ററൽ ടു ബി റോംബസ്, റെക്ടാങ്കിൾ ആൻഡ് സ്ക്വയർ. അതായത് ഇവിടെ നമുക്ക് ഒരു ലൈൻ വരച്ചു, ആ ലൈനിൻ്റെ മുകളിൽ രണ്ട് കുത്തുകൾ ഇട്ടു അല്ലേ. ഈ കുത്തുകൾ തമ്മിൽ യോജിപ്പിച്ചപ്പോൾ നമുക്ക് 2 ട്രയാങ്കിളുകൾ കിട്ടി. ഈ ട്രയാങ്കിളുകളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ചതുർഭുജം കിട്ടി. ഈ ചതുർഭുജം ഒരു സമാന്തരികമാണ്, അത് നാം പ്രൂവ് ചെയ്തു. ഈ ചതുർഭുജം എന്താവണം? ഒരു റോംബസ് ആവണം, അതായത് സമഭുജ സമാന്തരികം, അതല്ലെങ്കിൽ ഒരു ചതുരം, അതല്ലെങ്കിൽ ഒരു സമചതുരം. ഇതൊക്കെ ആവണമെങ്കിൽ ഈ കുത്തുകൾ രണ്ടും എവിടെയായിരിക്കണം എന്നാണ് ചോദ്യം. അതായത് നമുക്ക് ഇവിടെ കിട്ടേണ്ട ഫിഗർ എന്തായിരിക്കണം? ഒരു സമഭുജ സമാന്തരികമായിരിക്കണം, അതല്ലെങ്കിൽ ഒരു ചതുരായിരിക്കണം, അല്ലെങ്കിൽ ഒരു സമചതുരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കുത്തിൻ്റെ പൊസിഷൻ മാറേണ്ടി വരും അല്ലേ. അപ്പോൾ എങ്ങോട്ട് മാറ്റിയാലായിരിക്കും ഇത് ഈ പറഞ്ഞ രീതിയിലുള്ള രൂപങ്ങൾ നമുക്ക് കിട്ടുക? ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതൊന്നല്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഇപ്പം ഇങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ എ ബി എന്നൊരു ലൈൻ അല്ലേ. എ ബി എന്ന ലൈനിൽ മുകളിൽ 2 പോയിന്റ് സിയും ഡിയും. അപ്പോൾ ഇങ്ങനെ ത്രികോണങ്ങൾ വരച്ചപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്കൊരു ചതുർഭുജം കിട്ടി. എ ബി എന്ന് പറയുന്നൊരു വര എ ബി. അപ്പോൾ ഈ എ ബി ബേസ് ആയിട്ട് ഞാനിപ്പോൾ 2 or 3 ത്രികോണങ്ങൾ വരയ്ക്കാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ത്രികോണം വരച്ചു. ഇനി ഞാൻ വേറൊരു ത്രികോണം വരയ്ക്കുന്നു. ഇനി ഞാൻ മറ്റൊരു ത്രികോണം വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു ത്രികോണം. ഇനി നമ്മൾ ഓരോ ത്രികോണത്തിൻ്റെയും വശങ്ങളുടെ മധ്യബിന്ദുക്കൾ എടുത്തൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നോക്കിയാൽ ഈ വലിയ ആദ്യം വരച്ച ഈ ത്രികോണത്തിൻ്റെ ഇതിൻ്റെ ഏറെക്കുറെ മധ്യബിന്ദു ഇതാണെന്ന് വിചാരിക്കുക. ഈ വശത്തിൻ്റെ ഇതിൻ്റെ ഇതും അങ്ങനെയാണ് ഞാനിത് കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ എന്തായിരിക്കും? ഇതിന് പാരലായിരിക്കും, ഇതിൻ്റെ പകുതിയായിരിക്കും അല്ലേ. ഇനി ഇത് ഈ രണ്ടാമത് വരച്ച ത്രികോണം അതിൻ്റെ മധ്യബിന്ദുക്കൾ എടുത്തു. ഇത് ഈ വശത്തിൻ്റെത് ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ വരച്ചു. ഇനി ഞാൻ അവസാനം വരച്ച ത്രികോണം അതിൻ്റെ മധ്യബിന്ദു ഒന്ന് ഇത്, ഈ വശത്തിൻ്റെ മധ്യബിന്ദു ഇത്, ഈ വശത്തിൻ്റെ മധ്യബിന്ദു ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുട്ടി ഇങ്ങനെ വരച്ചു. അപ്പോൾ എത്ര വലിയ ത്രികോണം വരച്ചാലും ബേസ് ഇത് തന്നെയാണെങ്കിൽ, ഒരു വശം ഇത് തന്നെയാണെങ്കിൽ, നാം പഠിച്ചതനുസരിച്ച് കൊണ്ട് ഇതിൻ്റെ മധ്യബിന്ദുക്കൾ എടുത്തിട്ട് ഇതിന് പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഇതിൻ്റെ പകുതിയായിരിക്കും അല്ലേ. അതായത് ഇത് എത്രയുണ്ടോ അതിൻ്റെ പകുതിയായിരിക്കും ഇത്, അത് തന്നെയായിരിക്കും ഇത്. മനസ്സിലായല്ലോ. ഇപ്പോൾ നമുക്കിതൊക്കെ ഈ വശവും തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും?
ഇതേ പാരലോഗ്രാം കിട്ടി അല്ലേ. ഇനി നമുക്ക് ഈ വശവും തമ്മിൽ ബന്ധിപ്പിച്ചാൽ പാരലോഗ്രാം കിട്ടും. അപ്പം എങ്ങനാലും പാരലോഗ്രാം നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. പക്ഷെ അതിൻ്റെ ആകൃതികൾ ചതുരം, സമചതുരം അല്ലെങ്കിൽ സമഭുജ സാമാന്ത്രികം എന്ന നിലയിലേക്ക് ആക്കണമെങ്കിൽ എവിടെയാണ് നമ്മൾ വ്യത്യാസപ്പെടുത്തേണ്ടത്? ഈ വരയിലാണ് നാം വ്യത്യാസപ്പെടുത്തേണ്ടത് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാവണമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഷേപ്പുകളെ കുറിച്ച് നമുക്ക് ഓടിച്ചെന്ന് പറയാം. ഇപ്പോൾ ഇതേതാണ്? ഈ ഷേപ്പ് ഏതാണ്? ഇതൊരു ചതുർഭുജമാണ് അല്ലേ. 4 വശങ്ങളുണ്ടെങ്കിൽ ഒരു ചതുർഭുജമായിരിക്കും. ഇത് ക്വാഡ്രിലേറ്റർ ആണ്. ഇതാണ് ചതുരം അല്ലേ. അതായത് ഓപ്പോസിറ്റ് വശങ്ങൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. മനസ്സിലായല്ലോ. പിന്നെ ആംഗിളുകൾ എത്ര ആയിരിക്കണം? 90 ഡിഗ്രിയും ആയിരിക്കണം. ഇനി ഇത് എപ്പോഴാണ് സമചതുരമാവുക? ഈ 4 വശങ്ങളുടെ നീളങ്ങൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് സമചതുരമായി. മറ്റു കണ്ടീഷനൊക്കെ തന്നെ ഇതിൽ 4 വശങ്ങളുടെ നീളവും ഈക്വൽ ആയി കഴിഞ്ഞാൽ നാം എന്ത് പറയും? സമചതുരം എന്ന് പറയും. അതായത് സ്ക്വയർ. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതേ ഈ ആകൃതിയാണ് പാരലോഗ്രാം. അതായത് ഓപ്പോസിറ്റ് വശങ്ങൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. മാത്രമല്ല ഇവ പാരലായിരിക്കണം അല്ലേ. ഓപ്പോസിറ്റ് വശങ്ങൾ പാരലായിരിക്കണം. അതാണ് സാമാന്തരികം അല്ലേ, പാരലോഗ്രാം. ഇനി ഇതൊരു സമഭുജ സാമാന്തരികം ആകണമെങ്കിലോ, അതായത് റോംബസ് ആവണമെങ്കിൽ എന്ത് വേണം? എല്ലാ വശങ്ങളുടെ നീളങ്ങളും ഈക്വൽ ആയിരിക്കണം അല്ലേ. ഇതേ കണ്ടീഷൻ തന്നെ, പക്ഷേ എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കണം. അതായത് ഇതിപ്പോൾ എല്ലാ വശങ്ങളും ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡുകൾ എന്താണ്? പാരലലാണ് അല്ലേ. അപ്പം ഇതാണ് ഒരു സമഭുജ സാമാന്തരികം എന്ന് പറയുന്നത്, അതായത് റോംബസ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ട്രപ്പീസിയം പഠിച്ചിട്ടുണ്ട്. ലംബകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു ജോഡി എതിർവശങ്ങൾ പാരലായ മതി അല്ലേ. ഏതെങ്കിലും ഒരു ജോഡി. ഇപ്പോൾ ഇതാണെങ്കിൽ ഇതേ ഈ വശവും പാരലാണ്. ഇനി ഇത് ഒരു സമപാർശ്വ ലംബകം അല്ലെങ്കിൽ ഐസോസെലസ് ട്രപ്പീസി ആവണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു ജോഡി എതിർവശങ്ങൾ പാരലാവണം. മാത്രമല്ല ഈ പാരലല്ലാത്ത 2 വശങ്ങളുണ്ടല്ലോ, ആ വശങ്ങൾ എന്തായിരിക്കണം? അവയുടെ നീളം തുല്യമാവുകയും വേണം. അതായത് ഇപ്പോൾ ഇത് രണ്ടും പാരലാണ്. ഇനി ഈ 2 വശങ്ങൾ, പാരലല്ലാത്ത 2 വശങ്ങളുടെ നീളം ഈക്വൽ ആയിരിക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ ഏറെക്കുറെ ഇതാണ് ഐസോസെലസ് ട്രപ്പീസിയം അഥവാ സമപാർശ്വ ലംബകം. മനസ്സിലായോ? അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ അറിവിലേക്ക് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ആവശ്യം എന്താണ്? അപ്പോൾ ചതുരം, സമചതുരം, പിന്നെ സമഭുജ സാമാന്തരികം, ഈ ആകൃതിയാണ് നമുക്കിതിൽ കിട്ടേണ്ടത്. ഇങ്ങോട്ടും ശ്രദ്ധിച്ചു നോക്കിയേ. ഈ വശം നമുക്ക് AB തന്നെ അല്ലേ. അപ്പോൾ നമുക്കിവിടെ AB, ഇത് AB. ഇനി നമുക്ക് ചതുരമാണെങ്കിൽ എന്ത് വേണം? 90 ഡിഗ്രി ആയിരിക്കണം. വേണ്ടേ? 90 ഡിഗ്രി ആയാലും ചതുരാവുള്ളൂ. അപ്പോൾ അതായത് ഈ 2 പോയിന്റുകൾ എന്തായിരിക്കണം? നേരെ വരണം അല്ലേ. ഈ സിയും ഡിയും നമുക്ക് നേരെ വരുത്തണം. അപ്പോൾ നമുക്കൊരു പണിയാം. ഇവിടെ നിന്ന് എയിൽ നിന്നും ബിയിൽ നിന്നും തുല്യ അകലത്തിൽ, ശ്രദ്ധിക്കുക, എയിൽ നിന്നും ബിയിൽ നിന്നും തുല്യ അകലത്തിൽ സിയും ഡിയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ചതുരം കിട്ടും. അപ്പോൾ എയിൽ നിന്നും ബിയിൽ നിന്നും തുല്യ അകലം എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും ഈ പോയിന്റ് വരിക? ഇതിന്റെ സെൻട്രലായിരിക്കണം ഈ ലൈൻ അല്ല, ഇങ്ങനെ. അപ്പോൾ ഈ ലൈനിലായിരിക്കണം ഈ 2 പോയിന്റുകൾ വരേണ്ടത്. ഇതിന്റെ പകുതിയെ കൂടുതൽ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും അല്ലേ. എന്നിട്ട് ഇങ്ങനെ വരക്കും. അപ്പോൾ ഈ വരയിലായിരിക്കണം ഈ സിയും ഡിയും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഒരു സമചതുരം കിട്ടും. നമുക്ക് ഈ 2 പോയിന്റുകൾ കിട്ടാൻ ഇതേപോലെ വരയ്ക്കണം എന്നില്ല. മറിച്ച് എന്ത് ചെയ്താൽ മതി? നമുക്ക് കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഇതിന്റെ പകുതി കൂടുതൽ എടുത്തിട്ട് ഇവരൊരു ആർക്ക് വരയ്ക്കുക. അതേ അളവ് വെച്ചിട്ട് ഒരു ആർക്ക് വരച്ചു. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. മനസ്സിലായല്ലോ. ഇനി അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഒരു പോയിന്റ് സി. ഇനി നമുക്ക് കോമ്പസിൽ കുറച്ചുകൂടി നീളം കൂട്ടിയെടുത്തിട്ട് 2 ആർക്ക് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡി കിട്ടും. ഇനി ഇപ്പോൾ തമ്മിൽ അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഡി എന്ന് പറയുന്ന പോയിന്റ്. ഇനി നമുക്ക് ഇവർ പറഞ്ഞ പോലെ തന്നെ ഈ ത്രികോണം എന്ന് വരച്ചു നോക്കിയേ. ഇങ്ങനെ വരച്ചു. ഇപ്പം നമുക്ക് ഒരു ത്രികോണം കിട്ടി. അതിനുശേഷം ഈ 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. അപ്പം നമുക്ക് അടുത്ത ത്രികോണം കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റ്, ഇപ്പം ഇതാണ് മിഡ് പോയിന്റ് എന്ന് വിചാരിക്കുക. ഇത് മിഡ് പോയിന്റ് എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റ് ഇതിൻ്റെ മിഡ് പോയിന്റ് ഇപ്പോൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
ഒരു ചതുരം കിട്ടും. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അതായത് നാം ചുരുക്കി പറഞ്ഞാൽ ഡ്രോ സി ആൻഡ് ഡി എഴുതി വെച്ചോളൂ. ഡ്രോ സി ആൻഡ് ഡി ഇക്യു ഡിസ്റ്റൻസ് തുല്യ അകലത്തിൽ ഫ്രം എ ആൻഡ് ബി, അങ്ങനെ എഴുതാൻ മതി. ഡ്രോ സി ആൻഡ് ഡി ഇക്യു ഡിസ്റ്റൻസ് ഫ്രം എ ആൻഡ് ബി. അതായത് സിയും ഡിയും എയിൽ നിന്നും ബിയിൽ നിന്നും തുല്യ അകലത്തിൽ മാർക്ക് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേണ്ടത് അടുത്തത് ഒരു സ്ക്വയർ ആണ്. ഈ അകലം ഇതിന്റെ അകലത്തിന് തുല്യമാവണം, അപ്പോഴാണ് ഒരു സ്ക്വയർ ആവുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും? അത് എളുപ്പത്തിൽ മനസ്സിലാവാൻ ഞാൻ ഒരു സൂത്രപ്പണി പറഞ്ഞുതരാം. ഇപ്പൊ സിയിൽ നിന്ന് ഡിയിലേക്ക് നാം ഇങ്ങനെ ഒരു വര വരച്ചെന്ന് വിചാരിക്കാം. ഇവിടെ മറ്റൊരു ട്രയാങ്കിൾ വന്നില്ല, ACD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വന്നു അല്ലെ. ഈ വശത്തിന്റെ നീളത്തിന് തുല്യമാണ് ഈ വശമെങ്കിൽ നമുക്ക് എന്താവും? ഇതൊരു സ്ക്വയർ ആയി അല്ലെ. ഈ വശം എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രയാങ്കിളിലെ ഈ CD എന്ന് പറയുന്ന വശത്തിന് പേരല്ലാണ് അല്ലെ. അതായത് ഇതിന്റെ മധ്യബിന്ദുവാണ് ഇത്, ഇതിന്റെ മധ്യബിന്ദുവാണ് ഇത്. അതായത് ഇതിന്റെ പകുതിയാണ് ഇത്. അതായത് ചുരുക്കി പറഞ്ഞാൽ AB-യുടെ പകുതിയാണ് ഈ അകലം. അങ്ങനെയാണെങ്കിൽ CD-യുടെ പകുതിയാണ് ഈ അകലം അല്ലെ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ AB-ക്ക് എത്രയാണോ നീളമുള്ളത് അത്രയും നീളം CD-ക്കും വേണം. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇത് AB, ഇതാണ് C എന്ന് പറയുന്ന പോയിന്റ്. ഈ അകലം എത്രയാണോ അത്രയും അകലം ഇങ്ങോട്ട് എടുക്കാം. ഇപ്പൊ ഇവിടെ ആയിരിക്കും നമ്മുടെ D. നമുക്കൊന്ന് ത്രികോണം വരച്ചു നോക്കാം. എയിൽ നിന്ന് ഡിയിലേക്ക് മുട്ടിച്ചു, ഇങ്ങനെ. ഇതിന്റെ ഈ രണ്ടിന്റെ സെൻട്രൽ പോയിന്റ് ഇതാണ് സെൻട്രൽ പോയിന്റ്. ഈ രണ്ട് വശങ്ങളുടെ അത് നമ്മൾ കൂട്ടിമുട്ടിച്ചു. അത് AB-ക്ക് പകുതിയായിരിക്കും അല്ലേ. ഇത് നമ്മൾ AB-യുടെ നീളം തന്നെയാണ് CD-ക്കും. ഇതിന്റെ മധ്യബിന്ദു ഇതാണ്, ഇതിന്റെ മധ്യബിന്ദു ഇത്. ഈ രണ്ട് മധ്യബിന്ദുക്കളും തമ്മിൽ കൂട്ടി യോജിക്കുന്ന ഏതിന്റെ പകുതിയായിരിക്കും? ഇതിന്റെ പകുതിയായിരിക്കും അല്ലേ. ഇത് എന്ന് പറഞ്ഞാൽ ഈ നീളം സെയിം ആണ്, അതുകൊണ്ട് ഇത് രണ്ടും ഈക്വലായി മാറും. നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ പെൻസിലും ഇതൊക്കെ എടുത്തുമായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഒരു സമചതുരം തന്നെ കിട്ടും. ഇത് കിട്ടണമെങ്കിൽ പോയിന്റുകൾ എവിടെ ആയിരിക്കണം? നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാം. ഡ്രോ സി ആൻഡ് ഡി, സിയും ഡിയും എവിടെ ആയിരിക്കണം? ഇക്യു ഡിസ്റ്റൻസ് ഫ്രം എ ആൻഡ് ബി. എയിൽ നിന്നും ബിയിൽ നിന്നും തുല്യ അകലത്തിലായിരിക്കണം സിയും ഡിയും. മാത്രമല്ല CD-യുടെ നീളം എന്തായിരിക്കണം? AB-യുടെ നീളം എത്രയാണോ അത്രയായിരിക്കണം. ഇനി നമുക്ക് അടുത്ത എന്താണ്? ഒരു റോംബസ് അല്ലെ, സമഭുജ സമാന്തരികം. അതെങ്ങനെ വരയ്ക്കാം? നമ്മൾ AB വരയ്ക്കുക, AB. എന്നിട്ട് AB-യുടെ അളവ് എത്രയാണോ അത്രയും തന്നെ എടുത്തിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം? ഈ പോയിന്റ് കിട്ടും. C കിട്ടി. അതായത് AB = AC = BC. അപ്പം ഈ നീളം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ കോമ്പസിനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കട്ട് ചെയ്യുന്ന പോയിന്റാണ് C. അതായത് ഇത് എന്ത് ട്രയാങ്കിൾ ആയപ്പോൾ? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. AB-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെയായിരിക്കും D എന്ന് പറയുന്ന പോയിന്റ് വേണ്ടത്. ഇതിന് മുകളിൽ ലംബമായിട്ട് വെറുതെ ഒരു പോയിന്റ് ഇട്ടാൽ പോരാ. ഇപ്പൊ ഇതാണ് നമ്മുടെ D അല്ലേ. ഡിയുടെ അതായത് CD-യുടെ അളവ് എത്രയായിരിക്കണം? AB എത്രയാണോ അതായിരിക്കണം CD-യുടെ അളവ്. 90 ഡിഗ്രിയിൽ ഒരു വര ഇങ്ങനെ വരയ്ക്കാം. ആ വരച്ചതിന് ശേഷം നമ്മുടെ AB ഡിസ്റ്റൻസ് കോമ്പസിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് സിയിൽ നിന്ന് ആ AB ഡിസ്റ്റൻസിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ AB = എന്തോന്നു? CD. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അപ്പോൾ ഇതായിരിക്കും സിയും ഡിയും. AC-യുടെ മിഡ് പോയിന്റ് എടുത്തു, BC-യുടെ മിഡ് പോയിന്റ് എടുത്തു, കൂട്ടി വരച്ചു. അതിനുശേഷം ട്രയാങ്കിൾ ABDയിൽ AD-യുടെ മിഡ് പോയിന്റ് എടുത്തു. ഇനി BD-യുടെ മിഡ് പോയിന്റ് എടുത്തു. BD-യുടെ മിഡ് പോയിന്റ് ഏതായിരിക്കും? ഇതന്നെ ആയിരിക്കും അല്ലേ. ഇനി അവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. നമ്മളിങ്ങനെ വരച്ച് നോക്കിയാൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് നോക്കിയാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഒരു റോംബസ്, അതായത് സമഭുജ സമാന്തരികമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഒരു സമഭുജ ത്രികോണം വരച്ചു അല്ലേ. അതായത് AB = AC = BC. AD പെർപെൻഡിക്കുലർ ടു ഏതിന്? AB-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് 90 ഡിഗ്രി എന്നത്. CD-യുടെ അളവും എത്ര എടുത്തു? CD = ഒന്നുകിൽ AB അല്ലെങ്കിൽ BC, ഏതുകൊണ്ടും എഴുതാം. ഒക്കെ മൂന്നും ഒരേ അളവാണ് ആണല്ലോ.
അപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഒരു റോംബസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. പ്രൂവ് ദാറ്റ് ദി ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ജോയിനിങ് ദി മിഡ് പോയിന്റ്സ് ഓഫ് എനി ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലോഗ്രാം. അതായത് ഏതൊരു ചതുർഭുജത്തിന്റെയും വശങ്ങളുടെ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ച് കിട്ടുന്ന ഒരു ചതുർഭുജം എന്തായിരിക്കും? ഒരു സമാന്തരികമാണെന്ന് നാം പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു ചതുർഭുജത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദു അല്ലെ. അപ്പോൾ ഒരു ചതുർഭുജം ഇതാണ് നമ്മുടെ ചതുർഭുജം. അപ്പോൾ ഈ ചതുർഭുജത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പാരലോഗ്രാം ആണ് എന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ചു. അപ്പോൾ ഈ കിട്ടിയത് ഒരു പാരലോഗ്രാം എന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊരു പേര് കൊടുക്കാം. എ ബി സി ഡി. ഈ നമ്മുടെ മധ്യബിന്ദുക്കൾക്ക് പി ക്യു ആർ എസ്. അപ്പോൾ ഇതൊരു പാരലോഗ്രാം ആണ് തെളിയിക്കണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ രണ്ട് ത്രികോണങ്ങളാക്കാം അല്ലേ. നാം ത്രികോണങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. ഒരു ഡയഗണൽ വരയ്ക്കുക. ഏത് ഡയഗണൽ? എയും സിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഡയഗണൽ വരച്ചു. ഇനി ഇപ്പൊ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടി അല്ലേ. ഒന്ന് എ ബി സിയും അടുത്തത് എ സി ഡിയും. രണ്ട് ത്രികോണങ്ങൾ കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. നാം എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ജോഡി എതിർവശങ്ങൾ ഈക്വൽ ആണ്, അതുപോലെ തന്നെ പാരലാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പാരലോഗ്രാം ആണെന്നായി. നമുക്ക് അതിനു വേണ്ടി ആദ്യം ഒരു ത്രികോണം എ ബി സി. അപ്പൊ ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബിയുടെ മിഡ് പോയിന്റ് ആണ് പി, എ ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? പി ക്യൂ ഏതിന് പാരലാണ്? എ സിക്ക് പാരലാണ് അല്ലെ. മിഡ് പോയിന്റുകൾ നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ അത് മൂന്നാമത്തെ സൈഡിൽ പാരലായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ഇൻ ട്രയാങ്കിൾ എ ബി സി പി ക്യൂ പാരൽ ടു എ സി. എ സിക്ക് പാരലാണ്. അതുമാത്രമല്ല പി ക്യൂ സീക്വൽ ടു എന്ത് വരും? ഏതിന്റെ പകുതിയാണ്? എ സിയുടെ പകുതിയാണ്. അപ്പോൾ അര എ സി. അപ്പോൾ നമുക്കതിനെ ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ എ സി ഡി അല്ലെങ്കിൽ എ ഡി സി. ഇൻ ട്രയാങ്കിൾ എ ഡി സി എസ് ആർ പാരലൽ ടു എ സി അല്ലേ. എസ് ആർ പാരലൽ ടു എ സി. എ സിക്ക് പാരലാണ്. എസ് ആർ എന്തായിരിക്കും? എ സിയുടെ പകുതിയായിരിക്കും അല്ലേ. എസ് ആർ ഈക്വൽ ടു ഹാഫ് എ സി. അത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നോക്കിയാൽ പി ക്യൂ ഈക്വൽ ടു അര എ സി, എസ് ആർ ഈക്വൽ ടു അര എ സി. അങ്ങനെയാണെങ്കിൽ പി ക്യൂവും എസ് ആറും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്കെന്ത് കിട്ടും? പി ക്യൂ ഈക്വൽ ടു എസ് ആർ. പി ക്യൂ എസ് ആറിന് ഈക്വൽ ആണെന്ന് കിട്ടി. മാത്രമല്ല നാം പറഞ്ഞു പി ക്യൂ എ സിക്ക് പാരലാണ്, എസ് ആറും എ സിക്ക് പാരലാണ്. അങ്ങനെയാണെങ്കിൽ പി ക്യൂവും എസ് ആറും പാരലായിരിക്കും അല്ലേ. മാത്രമല്ല ആൻഡ് പി ക്യൂ പാരൽ ടു എസ് ആർ. പി ക്യൂ എസ് ആറിന് പാരലാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു സമാന്തരികമായിരിക്കും. മനസ്സിലായോ? ഇനി നമ്മൾ അടുത്ത രണ്ട് വശങ്ങളിലേക്ക് കടക്കണോ? കടക്കണ്ട. കാരണം എന്താണ്? ഒരു ജോഡി എതിർവശങ്ങൾ അത് തുല്യവും സമാന്തരികവുമാണെങ്കിൽ അത് ഒരു സമാന്തരികമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റു രണ്ട് വശങ്ങളും തുല്യമായിരിക്കും, സമാന്തരങ്ങളും ആയിരിക്കും. അപ്പോൾ എഴുതാം. സോ എന്താണ്? പി ക്യു ആർ എസ് ഈസ് എൻ പാരലോഗ്രാം. പി ക്യു ആർ എസ് ഒരു സമാന്തരികമാണ്. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം കൂടിയിട്ടല്ലോ. Explain what should be the original quadrilateral to get the inner quadrilateral as rhombus, rectangle and square. അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ചതുർഭുജത്തിന്റെ മധ്യബിന്ദുക്കൾ എടുത്ത് വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു പാരലോഗ്രാം കിട്ടി അല്ലെ. ഇനി നമുക്ക് ഒരു റോംബസ് കിട്ടണം, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ കിട്ടണം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ ഈ ചതുർഭുജത്തിന്റെ ആകൃതി? അതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ചതുർഭുജമായപ്പോഴാണ് നമുക്കൊരു പാരലോഗ്രാം കിട്ടിയത്. ഇനി നമുക്കുള്ളിൽ എന്ത് വേണം? ഒരു സ്ക്വയർ കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് എന്തായിരിക്കണം?
അല്ലെങ്കിൽ റോംബസ് കിട്ടണം. ഈ ഷേപ്പ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒരു റെക്റ്റാങ്കിളിൻ്റെ മധ്യബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു റോംബസ് കിട്ടുക. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം നമുക്ക് റോംബസ് കിട്ടണമെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ, അതായത് ഒരു ചതുരം, ചതുരത്തിൻ്റെ മധ്യബിന്ദുക്കൾ എടുത്തിട്ട് നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരു റോംബസ് ആയിരിക്കും. ഇനി നമുക്കതിൽ എന്താണ് വേണ്ടത്? റെക്റ്റാങ്കിൾ എങ്ങനെ കിട്ടുന്നുള്ളതാണ് അല്ലേ? റെക്റ്റാങ്കിൾ കിട്ടണമെങ്കിൽ ഒരു റോംബസ്, ഒരു റോംബസിന്റെ മധ്യബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു റെക്റ്റാങ്കിൾ കിട്ടുക. അപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ കിട്ടിയല്ലേ? ഇതൊക്കെ എത്രയായിരിക്കും? 90 ഡിഗ്രി വെച്ചായിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു സ്ക്വയർ കിട്ടണമെങ്കിലാണ് അല്ലേ? സ്ക്വയർ കിട്ടണമെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചാലും നമുക്ക് സ്ക്വയർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു സ്ക്വയർ, ഒരു സ്ക്വയറിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ എടുത്തുകൊണ്ട് അത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ കിട്ടും. 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ പേജ് നമ്പർ 54 എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രയാങ്കിൾ സെൻറ്ററാണ്, അതായത് ത്രികോണ കേന്ദ്രങ്ങൾ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ